ഓം അഭയാഞ്ജനേയ, ഓം ശ്രീ ആഞ്ജനേയ, വീരഹനുമാൻ, ജയ് വീരഹനുമാൻ, ജയ് ജയ് വീരഹനുമാൻ, ജയ് ആഞ്ജനേയ. ഈ വീട്ടിലെ അനിഷ്ട സംഭവങ്ങൾക്ക് ഈ ഫോട്ടോയാണ് കാരണം. എന്റെ ഫോട്ടോയോ? എന്റെ ഫോട്ടോ എന്താ ഇങ്ങനെ ആയത്? ആദ്യം ഈ ഫോട്ടോ എടുത്ത് ദൂരെ കളയൂ. തല്ലി പൊട്ടിക്കോ? എന്തിനാ? ദുഷ്ടശക്തികൾ ഇവിടെ ഉണ്ട്, പൊട്ടിക്കൂ. ആ ശരി സ്വാമി. ജക്കാര ബുക്കാര ബുക്കാല ജക്കാര 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 ധൂം ധാ ധൂം ഫട്ട്. അമ്മേ, ഈ ഫോട്ടോ ആരുടെയാ? ഇതെങ്ങനെ പുറകിൽ വന്ന് ആരെവിടെ വെച്ച്? ഇതാ സുധാറാണി, എന്റെ അമ്മയുടെ ഫോട്ടോയുടെ പുറകിൽ വെച്ചത് ഞാനാണ്. പക്ഷെ ഇത്രയും കാലം ഇത് എവിടെയാ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു മോനെ. ഞാനിപ്പോ വരാച്ചാ. സ്വപ്ന, സ്വപ്ന, ഇത്രയും നാളെ എന്റെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നറിയോ? അറിയാം, എന്റെ ആന്റി സുധാറാണി. എന്താ പറയുന്നേ? അപ്പൊ അവര് പ്രേതമാണ്. ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടിയാണ് ഈ ബംഗ്ലാവിലോട്ട് വന്ന്. നിന്റെ അച്ഛന്റെ ഗുരുദിശ മാറുന്നവരെ അവരുടെ ആത്മാവ് ആ കുട്ടിയോടൊപ്പം ആ ബംഗ്ലാവിൽ തന്നെ കാണും. രണ്ടുപേരും ഒരേ സ്ഥലത്തുള്ളത് കൊണ്ട് കണ്ടുമുട്ടി. അപ്പൊ മോളേതാ? സുധാറാണിയുടെ മോൾ പ്രേതം തന്നെയാണ്. എനിക്ക് ആകെ പേടിയാവുന്നു. അവരുടെ അടുത്ത് എന്റെ അച്ഛനെ രക്ഷിക്കണം. നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനത് മുൻപ് ശ്രമിച്ചതാ സൂര്യ, പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദേശത്തിലും പകയിലുമാണ് അവര്. അപ്പൊ ഈ പ്രശ്നത്തിന് വേറെ പരിഹാരമൊന്നുമില്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താ എല്ലാം ചിലപ്പോ ശരിയാകും. എന്താന്ന് പറ. അച്ഛൻ ആരാന്നറിയാത്തൊരു കൊച്ച് ഈ ലോകത്ത് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് നിനക്കറിയാവോ? എന്നിട്ടും അവൾ എത്ര വർഷങ്ങൾ കഴിച്ചുകൂട്ടി. എവിടെ പോയാലും ആൾക്കാർ അനാവശ്യം പറയുന്നത് കേട്ട് സഹിച്ച് ബന്നിലയുടെ അച്ഛൻ ആരാന്ന് പുറത്ത് പറയാതെ കൊച്ചിനെയും കൂട്ടി അവര് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അവരാവേശം കൊണ്ട് രുദ്രതാണ്ഡവം ആടുകയാണ്. ഗുരു, എന്താ ഇതൊക്കെ? പൂജ എന്തിനാ? പിണ്ടം എന്തിനാ? ഫോട്ടോ എന്തിനാ? മഞ്ഞപ്പൊടി എന്തിനാ? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതാ ചോദിച്ചേ. ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണാണ് സുധാറാണി. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ മഹാരാജന്റെ പേരക്കുട്ടി? അതാ ഇവൾ. ഞാൻ ആദ്യം ഇവിടെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഓ, അത് പറ. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചോഹമോഹനായിരുന്നേ അല്ലേ? ചേട്ടാ, എന്നാ ദർപ്പണം അങ്ങോട്ട് സമർപ്പിക്കുക. പാണിഭ്യാമളി പൂർണ്ണരത്ന ചഷകം രക്തോദ്ബലം വിഭ്രതീം സൗമ്യാം രത്നകടസ്ഥാം രത്നചരണാം ധ്യായേത് പരാം അംബികാം. എന്നാ തൊട്ട് തൊഴുതോളൂ. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയില്ലെങ്കിലും ഇന്നും നിന്നെ ഞാൻ എന്റെ ഭാര്യയായിട്ടാണ് കാണുന്നത്. ഈ ഇരിക്കുന്ന മീനാക്ഷി വേറെ ആരുമല്ല, എന്റെ അമ്മാവന്റെ മോളാണ്. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾക്ക് പലതും അനുഭവിക്കേണ്ടി വന്നു. ആ കുടുംബത്തിനോടൊരു നന്ദി കാണിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിന്ന ഇവളെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് താലി കെട്ടേണ്ടതായി വന്നു. ആ സമയത്ത് ഞാൻ വേറൊരു കാര്യങ്ങളും ചിന്തിച്ചില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നീ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. നീ മരിക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. നീ ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേച്ചി, ദയവിത് ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് ചേച്ചിയുടെ കുടുംബമല്ലേ? ഈ കുടുംബത്തെ രക്ഷിക്കേണ്ടത് ചേച്ചിയുടെ ചുമതലയല്ലേ? നീ എന്നെ വിട്ട് എവിടെയാണെങ്കിലും ഈ പിണ്ടം സ്വീകരിച്ച് ശാന്തമായി കൊണ്ട് നീ നിത്യശാന്തിയിലേക്ക് പോകൂ. ചേട്ടാ, ഇനി പിണ്ടത്തിന്റെ മേലെ ജലം തളിച്ചുകൊള്ളുക. സൗമ്യാം രത്നകടസ്ഥാം രത്നചരണാം ധ്യായേത് പരാം അംബികാം. മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് പിണ്ടം ആറ്റിൽ ഒഴുക്കുക. നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു.